അസ്സലാമു അലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി പരിപ്പ് വടൻ്റെ റെസിപ്പിയും കൊണ്ടാണ്. അപ്പോൾ നമുക്ക് പരിപ്പ് വട എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതാ പരിപ്പ് വട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ചുവന്ന പരിപ്പാണ് വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെറുതായി ഒന്ന് കറക്കിയെടുത്ത് വരണം. അപ്പോൾ അത് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം അരിഞ്ഞ് പോവരുത്, ഒന്നും കൊണ്ട് ചതഞ്ഞ് കിട്ടിയാൽ മതി. പരിപ്പ് ഞാനിവിടെ ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ചതഞ്ഞിട്ടൊന്നുമില്ല, ഇതേപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി വേറെ അധികം കൂട്ടാനുള്ളത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒരു സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4 വെളുത്തുള്ളി, ഒരു പച്ചമുളക്, കറിവേപ്പില, ഇതെല്ലാം കൂടെ നമുക്ക് ചെറുതായി അരിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇതായി എല്ലാം ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇത്തിരി കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതൊക്കെ കൂട്ടിയിട്ട് പരിപ്പ് വട ഉണ്ടാക്കിയെടുത്താൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ലൊരു സ്മെല്ലും ഒക്കെ ഉണ്ടാവും. ഇനി നമുക്ക് നമ്മുടെ കൈ കൊണ്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. അങ്ങനെ ഇതാ ഞാൻ ഇവിടെ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് പാകത്തിനുള്ള ഉരുള എടുത്തിട്ട് ഞാനിതാ ഇതുപോലത്തെ ഒരു ഓട്ടച്ചട്ടത്തുമ്പോൾ വെച്ചിട്ട് ഇതുപോലെ അമർത്തി കൊടുക്കുകയാണ്. അതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ നല്ലോണം ചൂടായതിന് ശേഷം അതിലേക്ക് അതിട്ട് കൊടുക്കുക. ഇതുപോലെ ഇങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ അടിഭാഗം മൂക്കുമ്പോൾ ഇതിന് വിട്ട് കിട്ടും. അതിൻ്റെ ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കുക. നമുക്കിത് ഓരോന്നും മറിച്ചിട്ട് കൊടുക്കുക. ഫുള്ളായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നല്ലതാണ് നമ്മുടെ നല്ല ടേസ്റ്റിയായ പരിപ്പ് വട ഇതവിടെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ, അതിലേറെ ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം ഇൻഷാ അല്ലാഹ്.